സാർ ഇത് കുറച്ച് നാരോ പാസേജ് ആണ്. അപ്പം ഇവിടെ ഏത് ടൈപ്പ് ഓഫ് ലൈറ്റ്സ് ആണ് നമ്മൾ കൊടുക്കേണ്ടത്? നാരോ പാസേജ് ആയതുകൊണ്ട് തന്നെ ഇവിടെ വോൾ ലൈറ്റ്സ് കൊടുക്കാൻ പറ്റത്തില്ല. ഈ ലൈറ്റുകൾ തന്നെ പലതരത്തിലാണ്. ഈ നാരോ പാസേജസിൽ പ്രൊജക്ഷൻസ് ഇല്ലാത്ത കൺസീൽഡ് ആയിട്ടുള്ള ലൈറ്റ് കൊടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞതിൻ്റെ കൂട്ട് തന്നെ ഷാൻഡിയർ എന്ന് പറയുമ്പോൾ അതിനൊരു ഗ്രാൻഡ് ലുക്ക് എപ്പോഴും നമുക്ക് കിട്ടും. വോൾ ലൈറ്റ്സ് എന്ന് പറയുമ്പം ഈ നാരോ സ്പേസസിലൊന്നും വോൾ ലൈറ്റ്സ് കൊടുക്കാതിരിക്കുന്നതാണ് നല്ലത്. ഇപ്പം അതിനൊരു എയ്സ്തെറ്റിക് വ്യൂ പിന്നെ ഒരു ലൈറ്റിംഗ് പർപ്പസ്, അതാണ് വോൾ ലൈറ്റ്സിൽ നമുക്ക് ശരിക്കും കിട്ടുന്നത്. അടുത്തായിട്ട് പെൻഡൻ ലൈറ്റ്സ്, കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന ഏരിയയിലേക്കാണ് ഈ പെൻഡൻ ലൈറ്റ്സ് നമുക്ക് കൊടുക്കാൻ പറ്റുന്നത്. റെസിസ്റ്റന്റ് ലൈറ്റിംഗ്, അത് സറ്റിലായിട്ട് ഒരു പ്രകാശത്തിനായിട്ട് നമുക്ക് തിരഞ്ഞെടുക്കാം. പിന്നെ ലാംപ്സ്, വിവിധ ആവശ്യങ്ങൾക്കായിട്ട് ഉപയോഗിക്കാവുന്ന ഒരു വേഴ്സറ്റൈൽ ഒരു മോഡലാണിത്. പിന്നെ ടാസ്ക് ലൈറ്റ്, ഇവിടെ കൃത്യമായ പ്രകാശം ആവശ്യമുള്ള സ്ഥലങ്ങളിൽ, ഉദാഹരണത്തിന് ഇപ്പം നമ്മൾ വായിച്ചുകൊണ്ടിരിക്കുകയാണ്, അത് ഫോക്കസ് ചെയ്യുന്ന രീതിയിലുള്ള ഒരു ലൈറ്റിംഗ്. പിന്നെ ഇതെവിടെയൊക്കെ ഉപയോഗിക്കാമെന്നുള്ളത്. ഇപ്പം ഈ ബെഡ്റൂമിൽ നമുക്ക് ഈ ഹെഡ് ബോർഡിന്റെ അവിടെ ഏരിയയിൽ ക്ലയന്റ് പറഞ്ഞിട്ടുണ്ട് ബുക്ക് വായിക്കുന്ന ആളാണ്, അപ്പോൾ അവിടെ ടാസ്ക് ലൈറ്റ് നമുക്ക് കൊടുക്കാം റീഡിംഗ് ലൈറ്റ് പർപ്പസിന് വേണ്ടിയിട്ട്. ഇപ്പം ഡൈനിങ് റൂമിൽ എന്ന് പറഞ്ഞു കഴിയുമ്പോൾ നമുക്ക് അതിൻ്റെ അകത്ത് രണ്ട് വശത്തായിട്ട് നമുക്ക് ഹാങ്ങിങ് ലൈറ്റ്സും കൊടുക്കാം. ബാക്കിയുള്ള ഏരിയകളിൽ കംഫർട്ടബിൾ ആയിട്ട് നമുക്ക് സീലിംഗ് ലൈറ്റും കൊടുക്കാം. അപ്പം ഞാൻ പറഞ്ഞു വന്നതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു സ്പേസിന്റെ ഹൈറ്റ്, നീളം, വീതി ഇതെല്ലാം കൺസിഡർ ചെയ്തിട്ട് വേണം അവിടെ ഏത് ലൈറ്റ് കൊടുക്കണം എന്നുള്ളത് തീരുമാനിക്കാനായിട്ട്.